ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഈ ഡ്രാമയുടെ സെക്കൻഡ് എപ്പിസോഡുമായിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഡ്രാമയിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ ഹീറോയിനോട് ഒരു കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ രാവിലെ പോയി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോ വേഗം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് കാണുന്ന ഹീറോയിൻ ചോദിക്കുകയാണ്, നിൻ്റെ കയ്യിൽ പെട്ടിയൊക്കെ ഉണ്ടല്ലോ, എങ്ങോട്ട് പോയിട്ടാണ് പറഞ്ഞത്, വീട്ടിലേക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ, അതെ, ഞാൻ എൻ്റെ അച്ഛനെ അമ്മയെ ഒന്ന് മീറ്റ് ചെയ്യാൻ പോയതാണ്, നീ നേരത്തെ ഇവിടെ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ, വന്നിട്ട് കുറച്ച് നേരം ആയിട്ടേ ഉള്ളൂ, നീ വെയിറ്റ് ചെയ്യുക, ഞാൻ നിനക്ക് കോഫി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഒരു കപ്പ് കോഫി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഇതിന് മധുരം കുറച്ച് കുറവാണല്ലോ എന്നുള്ളത്. അപ്പോൾ ഹീറോയിൻ, അതോർത്ത് നീ വിഷമിക്കണ്ട, ഇതൊരു സ്പെഷ്യൽ കോഫിയാണെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ലോലിപോപ്പ് അതിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. അത് കുടിച്ച് നോക്കുന്ന ഹീറോയ്ക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുകയാണ്, നിൻ്റെ പാരൻസ് എന്താ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, എൻ്റെ പാരൻസ് ഒരു മെഡിക്കൽ ഓഫീസേഴ്സാണ്, അച്ഛൻ ഡോക്ടറും അമ്മ നേഴ്സുമാണ്, എൻ്റെ അനിയൻ ഇപ്പോൾ മെഡിക്കൽ എൻട്രൻസ് ക്ലിയർ ചെയ്യാനുള്ള പ്രിപ്പറേഷനിലാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ, ഫുൾ മെഡിക്കൽ ഫാമിലി ആണല്ലോ, നീ മാത്രം എന്താടാ ഇങ്ങനെ ആയിപ്പോയെന്ന് ചോദിച്ചിട്ട് ഹീറോയെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ തിരിച്ചു ചോദിക്കുകയാണ്, നിൻ്റെ അച്ഛൻ എന്താ പണിയെന്നുള്ളത്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഒരു ടാക്സി ഡ്രൈവറാണ്, അദ്ദേഹം ഭയങ്കര ഹാർഡ് വർക്കറാണ്, ഒരു ദിവസം നിന്നെ മീറ്റ് ചെയ്യാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവർ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ഹീറോ നേരെ ഹീറോയുടെ ഫ്രണ്ടായിട്ടുള്ള സൺടിയാൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇവൻ വരുന്നതും വെയിറ്റ് ചെയ്ത് അവൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. എത്ര നേരമായി നിന്നെയും വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ, ഞാനൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് കോഫി ഷോപ്പിൽ പോയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൺടിയാൻ, ഞാൻ അറിയാതെ നിനക്ക് വേറെ ഏതാ ഫ്രണ്ട് ഉള്ളത്, ഗേൾ ആണോ ബോയ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ, നീ വിചാരിക്കുന്ന പോലെ അതൊരു ഡേറ്റിംഗ് ഒന്നുമല്ല, അതൊരു ഗേൾ ആയിരുന്നു, നമ്മളിപ്പോൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൺടിയാൻ, അതൊന്നും എനിക്കറിയണ്ട, വേഗം പോയി ഒരു കോഫി കൊണ്ടുപോകാം, നീ ഇല്ലാതെ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് സൺടിയാന് കോഫി എടുക്കാനായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന ഹീറോയിനെയാണ്. ഹീറോയിൻ ഭയങ്കര ഇൻട്രസ്റ്റോടെ ഒരു ഫുട്ബോൾ മാച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോയിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സിന്ധി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഉടനെ ഹീറോയിന്റെ അച്ഛൻ സിന്ധിയോടും, നീ വന്നതുപോലും അറിയാതെ ഇവളിരുന്ന് ഗെയിം കളിക്കുന്ന കണ്ടില്ലേ, ഇവൾക്ക് ആക്ച്വലി ഫുട്ബോൾ ഒന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റോടെ കളിക്കുന്നുണ്ട്, എന്താ മാറ്റർ എന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിന്ധി ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട്, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ഇവൾക്കിപ്പോൾ ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്, അവൻ്റെ പേര് ലിൻ ടു എന്നാണ്, അവനൊരു ഫുട്ബോൾ പ്ലെയർ ആണ്, മേ ബി അവനുമായിട്ട് ഇവൾക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവും, മേ ബി അവർ ലവേഴ്സ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ഇവൾക്ക് ഇഷ്ടമായതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ്റെ അച്ഛൻ, എൻ്റെ മോൾക്ക് ഒരു ലവർ ഉണ്ടായിരുന്നിട്ട് അതെനിക്ക് അറിയാതെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് പതിയെ ഹീറോയിൻ്റെ അടുത്തേക്ക് പോയിട്ട്, ലിൻ ടു ആളെങ്ങനെയാണ്, നല്ലവനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ, അതെ, അവൻ വളരെ നല്ലവനാണ്, നല്ല ഹാൻസം ആണ്, ക്യൂട്ടാണ്, അവൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കും എന്നൊക്കെ പറഞ്ഞ് ഹീറോയെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. ഉടനെ ഹീറോയിൻ്റെ അച്ഛൻ, എൻ്റെ മോൾക്ക് ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴാണ് ഹീറോയിനും താൻ എല്ലാ സത്യങ്ങളും അച്ഛനോട് പറഞ്ഞു എന്നുള്ളത് ഹീറോയിന് റിയലൈസ് ആവുന്നത്. ആക്ച്വലി ആ ഒരു ഗെയിം കളിക്കുന്നത് കൊണ്ട് തന്നെ ഫുള്ളി ഇൻവോൾവ്ഡ് ആയിട്ടായിരുന്നു അവളത് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ അച്ഛൻ ചോദിച്ച കാര്യത്തിന് അറിയാതെയാണ് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹീറോയിൻ തിരിഞ്ഞ്, അച്ഛൻ വിചാരിക്കുന്ന പോലെ നമ്മൾ ലവേഴ്സ് ഒന്നും ആയിട്ടില്ല, ഞങ്ങൾ 2 തവണ മീറ്റ് ചെയ്തു, അവൻ വളരെ ക്യൂട്ടാണ്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, നല്ലപോലെ ഗെയിമും കളിക്കും, അതുകൊണ്ട് എനിക്ക് അവനോട് ചെറിയൊരു ഇഷ്ടമുണ്ട്, ഇനി അഥവാ അവൻ എന്നെ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഞാനും അത് അക്സെപ്റ്റ് ചെയ്തോട്ടേന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ്റെ അച്ഛൻ, മോൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നല്ല പയ്യനായിരിക്കും, നിന്റെ ഇഷ്ടം എന്താ വെച്ചാലും അത് തന്നെ നടക്കട്ടെ, ഒരു ദിവസം അവനെയും കൂട്ടി വീട്ടിലേക്ക് വരണം, എനിക്ക് അവനെ മീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ ഓക്കെ പറയുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഇനി ഹീറോ വന്ന് തന്നെ പ്രപ്പോസ് ചെയ്യുന്ന ഡേക്ക് വേണ്ടിയിട്ട് അവൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന ഹീറോയാണ്. ഹീറോ സൺടിയാനോട് ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ ഇന്ന് രാവിലെ ചോദിച്ചില്ലേ നമ്മൾ ഡേറ്റിംഗ് ആണോ ചെയ്യുന്നതെന്നുള്ളത്, എനിക്ക് അവളെ ഡേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അവൾ വളരെ നല്ല കുട്ടിയാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സൺടിയാൻ, ഞാനും അത് ഓർത്തു, ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ നീ എന്നെ മറന്നുവെങ്കിലും അത് ഉറപ്പായിട്ട് നിന്റെ ലവർ ആയിരിക്കുമെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു, നീ ഇഷ്ടപ്പെട്ടുവെങ്കിലും അവൾ നല്ല കുട്ടിയായിരിക്കും, പ്രൊസീഡ് ചെയ്തു, എത്രയും വേഗം അവളെ പ്രൊപ്പോസ് ചെയ്യണം, ഇല്ലെങ്കിലും വേറെ പയ്യന്മാര് അവളെയും കൊണ്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ ഓക്കെ ഞാൻ എത്രയും വേഗം തന്നെ അവളെ പ്രൊപ്പോസ് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ഹീറോയിനും കൂടെ ഒരു ലൈബ്രറിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ആക്ച്വലി അവിടെ പാർട്ട് ടൈം ആയിട്ട് വർക്കേഴ്സിന് ആവശ്യമുണ്ടെന്നുള്ള പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ വേക്കൻസി തങ്ങൾക്ക് കിട്ടുമെന്നറിയാനായിട്ട് ഹീറോയിനും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ മാനേജറിനെ കണ്ടിട്ട് 2 പേർക്കുള്ള വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാനേജർ, 2 പേർക്കും കൂടെ ഇവിടെ ജോലി തരാൻ പറ്റില്ല, ഒരാൾക്ക് മാത്രം വേക്കൻസി ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നോളാൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അവർക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്, 2 പേർക്കും ഒരു സ്ഥലത്ത് തന്നെ ജോലി കിട്ടിയാൽ കൊള്ളാം
ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു മാനേജറിനോട് പോയിട്ട് നമ്മൾ രണ്ടുപേരും ഇവിടെ വർക്ക് ചെയ്തോളാം, പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ഒരാൾക്കുള്ള സാലറി തന്നാൽ മതി, ഞങ്ങളത് സ്പ്ലിറ്റ് ചെയ്ത് എടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ആ ഒരു മാനേജറും ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജോലി കിട്ടിയ സന്തോഷത്തിൽ രണ്ടുപേരും ഫുഡ് കഴിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയാണ്, ഈ ഒരു സാലറി എനിക്ക് ഒട്ടും മതിയാവില്ല, അതുകൊണ്ട് തന്നെ നിന്റെ ഡംപ്ലിംഗ് ഷോപ്പിൽ കൂടെ എന്നെ വർക്കിന് വെക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ ഉറപ്പായിട്ടും ഞാനില്ലാത്ത ടൈമിൽ നീ അവിടെ വേണമെങ്കിൽ വർക്ക് ചെയ്തോളും, അതിന്റെ ക്യാഷ് നിനക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയ്ക്കും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം അവർ കുറച്ച് ടൈം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ എന്തോ ഒരു ടോപ്പിക് വരുമ്പോഴേക്കും അവൻ്റെ അമ്മയെ പറ്റി പറയുന്നുണ്ട്. എൻ്റെ പാരൻസിന് എന്നെ ഒട്ടും തന്നെ ഇഷ്ടമല്ല, അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ കേൾക്കാറില്ലായിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് എന്നെ ഇഷ്ടമല്ലാത്തത്. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അനിയൻ ഇപ്പോൾ ഒരുപാട് ടോർച്ചർ അനുഭവിക്കുന്നുണ്ട്. എന്നെ ഡോക്ടറാക്കാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ ഫുള്ള് എൻ്റെ അനിയൻ്റെ മേലാണ് കാണിക്കുന്നത്, അതുകൊണ്ട് അനിയനും എന്നെ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ അത് ഓർത്തുന്നേ വിഷമിക്കേണ്ട, പാരൻസ് നമ്മളോട് ദേഷ്യം കാണിക്കുകയാണെങ്കിലും അവരുടെ മൈൻഡിൽ ഉറപ്പായിട്ടും നമ്മളോടുള്ള സ്നേഹം ഉണ്ടാവും. എൻ്റെ അച്ഛനെ തന്നെ കണ്ടില്ലേ, അദ്ദേഹം ഭയങ്കര ഫ്രണ്ട്ലിയാണ്, പക്ഷേ ഇടയ്ക്ക് എന്നെ വഴക്ക് പറയാറൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, അങ്ങനെ ഒരു അച്ഛനെയായിരുന്നു എനിക്ക് വേണ്ടതെന്നുള്ളത്. അങ്ങനെ ഹീറോയിൻ പറയാണ്, ഓക്കെ എങ്കിൽ നീ എൻ്റെ വീട്ടിലേക്ക് വാ, ഇന്ന് അച്ഛനെ മീറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ തന്നെ ഹീറോയിൻ ഇത് വളരെ ചെറിയ വീടാണ്, നിനക്കിതിൽ കയറുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല, ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള സൺടിയാൻ്റെ വീട്ടിലാണ്, അതുകൊണ്ട് ഇങ്ങനെ ഒരു കുട്ടി വീടാണെങ്കിലും നിനക്ക് സ്വന്തമായിട്ട് വീടുള്ളത് ഓർത്ത് എനിക്ക് നിന്റെ മേൽ അഭിമാനമാണുള്ളതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ സന്തോഷത്തിൽ അവനെയും കുട്ടി ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ കയറി ചെല്ലുന്ന ഹീറോ ആദ്യം തന്നെ കാണുന്നത് ഹീറോയിൻ്റെ ഇന്നർ വെയേഴ്സ് ആയിരുന്നു. അത് കാണുന്ന ഹീറോ നാണം കൊണ്ട് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് നോട്ടീസ് ചെയ്ത ഹീറോയിൻ, അയ്യോ സോറി, ഇവിടെ അങ്ങനെ ആരും വരാറില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ ഇട്ടേക്കണേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ ഇറ്റ്സ് ഓക്കെ, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കുറച്ച് ടൈം കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, നിനക്ക് പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ വീട് വിൽക്കാൻ വല്ല താല്പര്യം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഹീറോയിൻ, അതെ, എന്തായിരുന്നാലും കുറച്ച് ക്യാഷൊക്കെ വാങ്ങിയതിനു ശേഷം ഞാനും അച്ഛനും കൂടെ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറും, ആ ഒരു വീട് സ്വന്തം പേരിലായിരിക്കണമെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. ഞാനും അച്ഛനും കിട്ടുന്ന ക്യാഷ് എല്ലാം ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുവാണ്, അവരും നമുക്ക് നല്ലൊരു വീട് വെച്ച് തരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ ആ കമ്പനിയൊക്കെ വിശ്വസിക്കാൻ പറ്റിയതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിനും അതെ 100% ട്രസ്റ്റബിൾ ആണ്, ഒരു കുഴപ്പം ഉണ്ടാവില്ല, നമ്മൾ കുറേ കാലമായിട്ട് ആ ഒരു കമ്പനിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ, ഓക്കെ, ഈ വീട് വിൽക്കാൻ നിനക്ക് വല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും എനിക്ക് തന്നേക്ക്, എനിക്കിപ്പോൾ വീടില്ലല്ലോ, ഇതുപോലൊരു ചെറിയ വീടായാലും നോക്കാനൊക്കെ കുറച്ച് ഈസി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും ഓക്കെ പറയാണ്. ഈ സമയത്ത് ഹീറോയിന് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട്, അവൾക്ക് ചെറിയൊരു പനിയുടെ ലക്ഷണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ, നീ ഇവിടെ ഇരിക്കുക, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കോഫി ഇട്ടുകൊണ്ട് വരാമെന്നും പറഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോയിട്ട് കോഫി ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഹീറോയിൻ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവളെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ അവൾക്ക് പുതച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അവൾക്ക് കോൾഡ് ആയതുകൊണ്ട് തന്നെ അവൾ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോയിൻ്റെ അച്ഛൻ അകത്തേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ട് ആരാടാ നീ, എൻ്റെ കുഞ്ഞിനെ നീ എന്താടാ ചെയ്യണേന്ന് പറഞ്ഞ് ഹീറോയെ അടിക്കാനായിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊട എടുക്കുന്നുണ്ട്. ഉടനെ ഹീറോ, ഞാൻ ഇവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിനും ആകെ ഷോക്കായി ചാടി എഴുന്നേൽക്കുന്നുണ്ട്. നീ ഇപ്പോൾ എന്താ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ, ഇത് നിന്റെ അച്ഛനായിരുന്നോ, ഞാൻ പേടിച്ചു പോയി, അതുകൊണ്ടാണ് നീ എൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞത്, നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ, എനിക്ക് ഒരു പ്രോബ്ലം ഇല്ലാന്ന് പറഞ്ഞ് ചിരിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഹീറോയിനും തന്നെ ഇഷ്ടമായിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ഉടനെ ഹീറോയിൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഓ, ഇതാണല്ലേ നീ പറഞ്ഞ ഫുട്ബോൾ കളിക്കുന്ന നിന്റെ ഫ്രണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിനും അതേന്ന് പറഞ്ഞ് തലയാട്ടുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, സത്യത്തിൽ നിനക്ക് എൻ്റെ മോളെ ഇഷ്ടമാണോ എന്നുള്ളത്. അപ്പോൾ ഹീറോ, അതെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇവളെ നല്ലപോലെ നോക്കിക്കോളാം, പ്ലീസ് അങ്കിൾ, ഞങ്ങളുടെ ഈ ഒരു റിലേഷനിൽ എതിർപ്പ് നിൽക്കരുതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ്റെ അച്ഛൻ, ഒരു എതിർപ്പില്ല, പക്ഷെ മോളെ നീ അകത്തേക്ക് പോ, എനിക്ക് നിന്റെ ബോയ് ഫ്രണ്ടിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ ഓക്കെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. ഹീറോ ആകെ പേടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ്റെ അച്ഛൻ അടുത്തേക്ക് വന്ന് അവൻ്റെ തോളിൽ കൈയിടുന്നുണ്ട്. എന്നിട്ട് എൻ്റെ മോളെ നിനക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, പക്ഷേ നിനക്കൊരു കാര്യം അറിയോ, ഞാനൊരു ലോറി ഡ്രൈവറാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഒരു ആപ്പിൾ എടുക്കുന്നുണ്ട്. ഉടനെ ഹീറോ കത്തി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ്റെ അച്ഛൻ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് ഞാനിപ്പോൾ എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വെറും കൈകൾ കൊണ്ട് ആപ്പിളിനെ 2 പീസ് ആക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോ, ഓ ഇദ്ദേഹത്തിന് എന്തൊരു പവറാണെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ്റെ അച്ഛൻ, ഇതൊക്കെ ഞാൻ എന്തിനാ പറഞ്ഞത്, ഈ ആപ്പിൾ എന്തിനാ ഞാൻ 2 പീസാക്കി കാണിച്ചു തന്നതെന്നൊക്കെ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ, മനസ്സിലായെങ്കിൽ നിങ്ങളൊരു ലോറി ഡ്രൈവറാണ്, അതിൻ്റെ ടയറൊക്കെ ഒറ്റയ്ക്കായിരിക്കും മാറ്റുന്നത്, അതുകൊണ്ട് തന്നെ അങ്കിൾ ഭയങ്കര പവർഫുൾ ആണ്. ഈ ഒരു ആപ്പിൾ കട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ തന്നെ അങ്കിളുടെ പവർ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനി അഥവാ ഞാൻ അങ്കിളുടെ മോളെ ചീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആപ്പിളിൻ്റെ അവസ്ഥയായിരിക്കും എനിക്കെന്നുള്ളത് അങ്കിൾ സിംബോളിക്കായിട്ട് കാണിച്ചു തന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ്റെ അച്ഛനും, അതെ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതും, എൻ്റെ മകളെ ഒരിക്കലും നീ വിഷമിപ്പിക്കരുത്, ഞാൻ അവളെ പൊന്നു പോലെയാണ് നോക്കണേന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ, ഉറപ്പായിട്ടും ഞാൻ അവളെ വിഷമിക്കില്ല, എനിക്ക്
എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. ഒരിക്കലും ഞാൻ അവളെ വേദനിപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിന്റെ അച്ഛന് സന്തോഷമാവുന്നുണ്ട്. ഇവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ഹീറോയെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഹീറോയിൻ അവന്റെ കൂടെ പോകുന്നുണ്ട്. പോകുന്ന ടൈമിൽ തന്നെ അവർ റൊമാൻറ്റിക് ആയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആദ്യമായിട്ടായിരുന്നു പരസ്പരം രണ്ടുപേരും കൺഫസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇഷ്ടമാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള മൊമെന്റ്സ് ആ ടൈമിൽ നടക്കുന്നുണ്ട്. രണ്ടുപേരും ഹഗ് ചെയ്യുന്നുണ്ട്, കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. അവർ ലവേഴ്സ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം രണ്ടുപേരുടെയും കോളേജിലെ ക്യാമ്പസ് ഇന്റർവ്യൂ വരുന്നുണ്ട്. ഹീറോയ്ക്ക് ഓൺലൈൻ ഇന്റർവ്യൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ റൂമിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് റെഡി ആയി ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് സൺടിയാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എന്താടാ ഈ ചെയ്തേക്കുന്നത്? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇങ്ങനെ കാഷ്വൽ ഡ്രസ്സിലാണോ ഇരിക്കുന്നത്? ഈ കോട്ട് ഇട്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാന്ന് പറഞ്ഞ് ഹീറോയെ കോട്ട് ഇടിപ്പിക്കുന്നുണ്ട്. ഇന്റർവ്യൂ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ സൺടിയാൻ പറയാണ് ഈ ഇന്റർവ്യൂവിൽ നീ സെലക്ട് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് നിന്നെ ഒരു ഇന്റേൺ ആയിട്ടെങ്കിലും അവരെന്തായാലും എടുക്കാതിരിക്കില്ല. നീ ഇപ്പൊ എവിടെ പോകാനാണ് ഇത്ര ധൃതി പിടിച്ച് നിൽക്കണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹീറോ ഇന്ന് ഹീറോയിനും ഒരു ഇന്റർവ്യൂ ഉണ്ട്. അവൾക്ക് ഓഫ്ലൈൻ ഇന്റർവ്യൂ ആണ്. ഞാൻ ആ ഒരു ഡംപ്ലിംഗ് ഷോപ്പിലേക്ക് പോയാൽ മാത്രമേ അവൾക്ക് അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഹീറോയിനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഹീറോയിൻ അപ്പോൾ ഡംപ്ലിംഗ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഹീറോയ്ക്ക് വേണ്ടിയിട്ട്. ഹീറോ വരുമ്പോൾ ബൈ, ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് വരാം, നീ ഇവിടെ തന്നെ നിൽക്കില്ലേ, വരുന്ന എല്ലാവരെയും നന്നായിട്ട് ഡീൽ ചെയ്തോളാൻ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ നീ വേഗം ഓടിപ്പോയിട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് വേഗം ഓടിപ്പോകുന്നുണ്ട്. ആ സമയത്ത് ഡംപ്ലിംഗ് ഷോപ്പിന്റെ ഉടമയായിട്ടുള്ള ലേഡി വന്നിട്ട് ഹീറോയിൻ എവിടെയാ മോനെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ആൻറ്റി അവൾക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലേഡി എന്തോ പറയാനായിട്ട് വന്നു. പക്ഷേ ഹീറോയിൻ വരുമ്പോഴേക്കും എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടായിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ ഓക്കെ പറയുന്നുണ്ട്. ഒരു ആന്റി പോയതിനു ശേഷം ഹീറോയിന് വേണ്ടിയിട്ട് ഹീറോ കുറച്ച് ഹാർട്ടിന്റെ ഷേപ്പുള്ള ഡംപ്ലിംഗ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ഡംപ്ലിംഗ് കാണുമ്പോൾ ഇത് വളരെ നന്നായിട്ടുണ്ട്, നിന്നെ പോലെ തന്നെ എനിക്കും ഡംപ്ലിംഗ് ഒക്കെ ഇങ്ങനെ റാപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, നീ എനിക്ക് പഠിപ്പിച്ച് തരില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ഉറപ്പായിട്ടും ഞാൻ നിനക്ക് പഠിപ്പിച്ച് തരാം, ഇപ്പൊ നീ ഇതൊക്കെ കഴിക്ക്, ഇന്ന് ആന്റി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മളോട് രണ്ടുപേരോടും എന്തോ പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഹീറോയിൻ ആ ഒരു ഡംപ്ലിംഗ് ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആന്റി അങ്ങോട്ടേക്ക് വരികയാണ്. എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത്രയും നാളും എൻ്റെ ഷോപ്പ് സ്വന്തം ഷോപ്പ് പോലെ നോക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഈ ഒരു ഷോപ്പ് ആർക്കെങ്കിലും വിൽക്കാൻ പോവാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന രണ്ടുപേരും ഷോക്ക് ആവുന്നുണ്ട്. കാരണം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം കിട്ടുന്നത് ആകെ ഈ ഒരു ഷോപ്പിൽ നിന്നും പിന്നെ ആ ഒരു ലൈബ്രറിയിൽ നിന്നും മാത്രമാണ്. ഇനിയിപ്പോൾ ഈ ഷോപ്പ് അടച്ചു പൂട്ടി കഴിഞ്ഞാൽ തങ്ങൾ എവിടെ വർക്ക് ചെയ്യുമെന്ന് ഓർത്ത് ഹീറോയിനും ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അത് മനസ്സിലാക്കിയ ആൻറ്റി നിങ്ങൾ ഇവിടെ നിന്ന് ഓടിച്ചു വിടാൻ വേണ്ടിയിട്ട് ഞാൻ കള്ളം പറയുന്നൊന്നുമല്ല, നിങ്ങൾക്കറിയാലോ എൻ്റെ മകള് പ്രഗ്നന്റ് ആണ്, എനിക്ക് അവളെ നോക്കണം, അതിന് കുറച്ച് ക്യാഷ് വേണം, ഷോപ്പ് വിറ്റല്ലാതെ എനിക്ക് പണം അറേഞ്ച് ചെയ്യാൻ പറ്റില്ല, സോറി എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓക്കെ ആൻറ്റി, ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടുന്ന് പോയിക്കൊള്ളാന്ന് പറയുന്നുണ്ട്. കേൾക്കുന്ന ആൻറ്റി അവരെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്യാമ്പസ് ഇന്റർവ്യൂ ഒക്കെ വരില്ലേ, അതൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കി രണ്ടുപേരും ഓക്കെ ആൻറ്റി ബൈ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ആ ലൈബ്രറിയിലാണ്. ഇപ്പോൾ ഹീറോയാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അവിടേക്ക് ഒരാൾ വരുന്നുണ്ട്. അയാളുടെ പേര് അങ്കിൾ 4 എന്നായിരുന്നു. ഈ അങ്കിൾ 4 ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നേക്കുമായിരുന്നു. ആക്ച്വലി ആ ലൈബ്രറിയിലെ ജോലി എന്ന് പറയുന്നത് ഇവിടെ ആൾക്കാർ പഠിക്കാൻ വരുമ്പോൾ അവരുടെ കുട്ടികളെയൊക്കെ കൊണ്ടുവരും. അപ്പോൾ അവർ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ നോക്കുന്ന ജോലിയായിരുന്നു ഹീറോയ്ക്കും ഹീറോയിനും അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ അങ്കിൾ 4ന്റെ കയ്യിൽ ഒരു കുഞ്ഞു വാവ ഉണ്ടായിരുന്നു. അവളെ നോക്കുന്ന ജോലി ഹീറോയെ ഏൽപ്പിച്ചിട്ട് അങ്കിൾ 4 പോയി ഇരുന്ന് പഠിക്കുന്നുണ്ട്. ആ ഒരു പഠനമൊക്കെ കഴിഞ്ഞിട്ട് അങ്കിൾ 4 പുറത്തേക്ക് വരുമ്പോൾ ഹീറോയിൻ ഇന്ന് അങ്കിളിന്റെ ബർത്ത്ഡേ അല്ലേ, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അങ്കിൾ നിന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ അത് ഇവിടുത്തെ രജിസ്റ്ററിൽ ഞാൻ കണ്ടതാണ്, എനിവേ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് അങ്കിളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്കിൾ 4 അവിടെ നിന്ന് പോയതിനു ശേഷം അവിടുത്തെ ആ ഒരു മാനേജർ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, പറഞ്ഞതിലും കുറച്ച് കൂടുതൽ തുക നിങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് ഞാൻ തന്നേക്കാന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന രണ്ടുപേർക്കും ഹാപ്പി ആവുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുകയാണ് എല്ലാവരും ഇദ്ദേഹത്തെ എന്തിനാ അങ്കിൾ 4 എന്ന് വിളിക്കുന്നത്, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അതല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാനേജർ പറയുന്നുണ്ട് ആക്ച്വലി ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് ഈ അങ്കിൾ 4 കുറേ കാലമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. 4 വട്ടം ആ എക്സാം എഴുതി ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 5ാമത്തെ വട്ടമാണ് എഴുതാൻ പോകുന്നത്. ആ 4 വട്ടവും ഫെയിൽ ആയതുകൊണ്ടാണ് എല്ലാവരും അദ്ദേഹത്തെ അങ്കിൾ 4 എന്ന് വിളിക്കുന്നത്. ഇനിയിപ്പോൾ തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന രണ്ടുപേരും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരവരുടെ വീടുകളിലേക്ക് പോകുന്നുണ്ട്. ആക്ച്വലി ഹീറോ പോയത് ഹോസ്റ്റലിലേക്കായിരുന്നു. ഹീറോയും ബാക്കി ഫ്രണ്ട്സും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൺടിയാൻ ഒരു പാക്കറ്റ് ഫ്രൈഡ് ചിക്കനുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോ ഞാൻ വിശന്നിരിക്കായിരുന്നു, നീ ഇത് എനിക്ക് വേണ്ടി വാങ്ങിയിട്ട് വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൺടിയാൻ നിനക്ക് വേണ്ടിയിട്ട് ആരാടാ വാങ്ങാൻ പോകുന്നത്, ഇത് ഞാൻ എൻ്റെ ബേബിക്ക് വേണ്ടി വാങ്ങിയതാണ്,
അവൾ എൻ്റെ ജീവനാണ്, അവൾക്ക് ഫ്രൈഡ് ചിക്കൻ വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് ഞാൻ അവൾക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ, എന്ത് നിന്റെ ബേബിയോ, അവളിപ്പോൾ ആരുടെ കൂടെയാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചിട്ട് ഒരു സ്റ്റാറ്റസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആക്ച്വലി സൺടിയാൻ്റെ ആ ഒരു ലവർ അവനെ പറ്റിച്ച് വേറൊരുത്തനെയും കറക്കിയെടുത്ത് വേറെ ഏതോ രാജ്യത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ആ ഒരു സൺടിയാന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വാങ്ങി വന്ന ഫ്രൈഡ് ചിക്കൻ എടുക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഉടനെ ഹീറോ ബാക്കിൽ നിന്നും എന്തായിരുന്നാലും നിന്റെ പെണ്ണ് പോയി, ഈ ഒരു ഫ്രൈഡ് ചിക്കൻ എങ്കിലും ഞങ്ങൾ എടുത്തോട്ടേയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൺടിയാൻ എന്തായിരുന്നാലും പെൺകൊച്ചു പോയി, ഇനി നിങ്ങളെങ്കിലും അതെടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ട് വളരെ സങ്കടത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോൾ സൺടിയാൻ വീണ്ടും ഹീറോയെ മീറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ആ സമയത്തും ഹീറോയുടെ വേറൊരു ഫ്രണ്ടും ഹീറോയിൻ്റെ ഫ്രണ്ടായിട്ടുള്ള സിൻഡിയുടെ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കായിരുന്നു. ഇത് കാണുന്ന സൺടിയാൻ, നിനക്കൊക്കെ വട്ടാണോ ഇവളുടെ വീഡിയോ കാണാനായിട്ട്, എന്ത് മോശമായിട്ടാണ് ഇവള് റിവ്യൂസ് ഒക്കെ ചെയ്യുന്നത്, വെറുതെ ഇതും കണ്ടിരിക്കാതെ വേറെന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ പോയി ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആക്ച്വലി ആര് സിൻഡിയുടെ വീഡിയോസ് കണ്ടാലും ഇവൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഇത് കൊള്ളില്ല, ഇവള് മോശം പെൺകുട്ടിയാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമായിരുന്നു. ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നമുക്കിനി വരുന്ന എപ്പിസോഡ്സിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. വെറുതെ ആണോ പറയുന്നതെന്നുള്ളതും നമുക്കറിയില്ല. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ഹീറോയിൻ്റെ ഫ്രണ്ടായിട്ടുള്ള സിൻഡിയാണ്. സിൻഡി ഹീറോയിനോട് വന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ ചീറ്റ് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അവനിപ്പോൾ എന്നോട് സംസാരിക്കാനൊന്നും ഒട്ടും ടൈം കിട്ടുന്നില്ല, അവൻ്റെ ഫോൺ എനിക്ക് ഹാക്ക് ചെയ്യണം, നിന്റെ സഹായം എനിക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ, ഫോൺ ഹാക്ക് ചെയ്യാൻ ഞാൻ നിന്നെങ്ങനെ സഹായിക്കുന്നത്, ഞാൻ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലല്ലോ, ഫോൺ ഹാക്കിംഗ് ഒന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കറിയുന്ന വേറൊരു പെൺകുട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് പോയി നിന്റെ ആ ഒരു ബോയ് ഫ്രണ്ടിന്റെ ഫോൺ ഹാക്ക് ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. അത് കേട്ട സിൻഡി ഓക്കെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഡ്രാമ അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ മീറ്റ് ചെയ്യാൻ വരെ ബൈ.